ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് കാർഡാണ്. ഡെത്ത് മീൻസ് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് പാസ്റ്റിലുണ്ടായിരുന്ന കുറേ അധികം കാര്യങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ എന്താണ്, കുറേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തൽക്കാലം വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഡെത്ത് കാർഡ് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ഇതൊരിക്കലും ഒരു നെഗറ്റീവ് കാർഡല്ല, ഇതൊരു പോസിറ്റീവ് കാർഡ് തന്നെയാണ്. അപ്പോൾ കുറേ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരുന്നുണ്ടായിരിക്കും. ഇന്ന് ഒരു തുടക്കം ആകാനാണ് സാധ്യത. കാരണം ഈ കാർഡ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ കുറേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഡെത്തായിട്ട് ഒരു പുതിയ റീബർത്ത് എടുക്കുന്ന ഒരു പുതിയ നിങ്ങളായിട്ട് വരുന്നു എന്നാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത്. പിന്നെ ഡെത്ത് കാർഡ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് എപ്പോഴും ചില സമയങ്ങളിൽ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കുറേ ഇമ്പാക്ട്സ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വരാറുണ്ട്. അത് മേ ബി നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാം. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് വാണ്ട്സും 5 ഓഫ് സോഡ്സും ആണ്. അപ്പോൾ നിങ്ങൾ ആവേശപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളെ മറ്റുള്ളവർ യൂസ് ചെയ്യുമെന്നാണ് കാണുന്നത്. അവിടെ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ ആളുണ്ട് എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് 5 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്? ജസ്റ്റിസും സൺ കാർഡുമാണ്. അപ്പോൾ നിങ്ങളെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ഇത് നിങ്ങൾക്കൊരു നീതി കിട്ടുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ നീതിയില്ലാത്ത എന്തോ ഒരു ട്രോമയിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന ദിവസം അത് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ജസ്റ്റിസ്, നീതി നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യത്തിൽ നിങ്ങളെ ആരോ ചതിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്നേ ദിവസം നിങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യത്തോടായാലും ആ വ്യക്തികളോടായാലും നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഇതുവരെ നിങ്ങൾക്കൊരു റിവെഞ്ച് അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇന്നേ ദിവസം അവസാനിക്കും. പുതിയൊരു തുടക്കം ഉണ്ടാകുമെന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ചതി കിട്ടിയ കാർഡാണിത്. അപ്പോൾ മുമ്പ് നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളുകൾ നിങ്ങളുടെ അടുത്തൊന്ന് സോറി പറയുന്നതോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാവുമെന്നാണ് കാണുന്നത്. ഇവിടെ ബോട്ടം ഓൾറെഡി എക്സ്പോസ്ഡ് ആയിപ്പോയി. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നേക്കുന്നത്. അതുപോലെ 6 ഓഫ് വാണ്ട്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ വീണ്ടും ഒരു ചേഞ്ച്, പരിവർത്തനത്തിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദിവസം മാറ്റിയിട്ട് ഇന്നൊരു പുതിയ രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് ടേൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നീതി കിട്ടുന്ന ദിവസമാണ്. നിങ്ങളുടെ ലൈഫിലെ മൊത്തത്തിലൊരു ചേഞ്ച് വരുന്ന ദിവസമാണ്. വേണ്ടാത്ത കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ചതി കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ചില മിഥ്യാധാരണകളായിരിക്കാം, ചിലപ്പോൾ സത്യമായ കാര്യങ്ങളായിരിക്കാം, അതെല്ലാം റിവീൽഡ് ആവുന്നുണ്ട്. അവിടെ നീതി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിമേൽ അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ഓഫ് കോഴ്സ് ഇത് ഭാഗ്യത്തിൻ്റെ കാർഡാണ്. ഭാഗ്യചക്രം എന്നാണ് നമ്മൾ വീൽ ഓഫ് ഫോർച്യൂണിനെ പറയുന്നത്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ഓഫ് കോഴ്സ് ഒരു മേജർ അർക്കാന കാർഡായതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ ഡിറ്റർമിനേഷനാണ്, നമ്മുടെ ഡിറ്റർമിനേഷൻ അല്ല. യൂണിവേഴ്സ് ആണെന്ന് തീരുമാനിക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെ വേണം എന്നുള്ളത്. കാരണം നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള കർമ്മയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ വീൽ ഓഫ് ഫോർച്യൂൺ. അതായത് ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. അപ്പോൾ നിങ്ങൾ നല്ലതാണ് ആ കർമ്മയിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്മ കിട്ടും. അതല്ല നിങ്ങൾ അവിടെ മോശമാണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ചീത്ത അനുഭവമായിരിക്കും ഉണ്ടാവുക. അത് ഡിപ്പെൻസ് ആണ്. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷനെ നിങ്ങൾ യൂണിവേഴ്സ് തന്ന ഒരു പരീക്ഷണത്തിനെ നിങ്ങൾ വളരെ ധീരമായിട്ട് നേരിട്ട് ആ കർമ്മ എൻഡാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ കർമ്മ ബാഗേജ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുമ്പോൾ നമുക്ക് സമ്മാനം കിട്ടേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഭാഗ്യമാണ് വരുന്നത്. അപ്പോൾ ഇന്നേ ദിവസം ഒരു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ഒരു കോമ്പറ്റീഷനിൽ എന്തെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കാരണം തൊട്ടപ്പുറത്ത് 6 ഓഫ് വാണ്ടാണ് ഇരിക്കുന്നത്. അവിടെ പബ്ലിക് റെക്കഗ്നേഷൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു യാത്ര ഉണ്ടാകാം, നിങ്ങളെ ആളുകൾ അനുമോദിക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് വിജയം വരുന്നുണ്ടാവാം. ഇത് വിജയത്തിൻ്റെ കാർഡാണല്ലോ, സക്സസ് ആൻഡ് വിക്ടറിയാണ്. അതുപോലെ പബ്ലിക് റെക്കഗ്നേഷനാണ്. അപ്പോൾ നിങ്ങൾ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വാദ്യഘോഷ മേളങ്ങളോടുകൂടി നിങ്ങളെ ആളുകൾ
എന്താ ആനയിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളത് എവിടെയെങ്കിലും ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതാവാം. നിങ്ങളുടെ തന്നെ സെലിബ്രേഷൻ ആവാം, നിങ്ങളുടെ തന്നെ കല്യാണമോ കല്യാണ നിശ്ചയമോ ഒക്കെ ആകാം. അതല്ലെങ്കിൽ നിങ്ങളെ അനുമോദിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് ഇവിടെ. ഇത് നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് ഒരു ഭാഗ്യം കൊണ്ട് തരുമെന്നാണ്. അപ്പം നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയമാണ്. ചിട്ടിയോ കുറിയോ പിന്നെ എന്താണ് ലോട്ടറിയോ ഒക്കെ അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ധനസമ്പാദനത്തിനുള്ളൊരു മാർഗ്ഗം ഇന്നേ ദിവസം വരുമെന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. പിന്നെ 6 ഓഫ് വണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് പബ്ലിക് റെക്കഗ്നീഷനാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനിക്കാൻ പറ്റിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം എടുത്തു കാണിക്കാനുണ്ടാവും. നിങ്ങൾ അനുമോദനങ്ങളിലൊക്കെ പങ്കെടുക്കുകയോ ആളുകളെ അനുമോദിക്കുന്ന ചടങ്ങിലാവാം, ഘോഷയാത്രകളിലൊക്കെ പങ്കെടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നതാവാം. കല്യാണം പോലുള്ള എന്തെങ്കിലും ഒരു ചടങ്ങാകാൻ സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പുതിയ പുതിയ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. പുതിയ സാഹചര്യമാവാം, പുതിയ ആളുകളാവാം നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അവർ ചിലപ്പോൾ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കപ്പിൻ്റെ എനർജി ആയതുകൊണ്ട് ഇമോഷനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇമോഷണലി കണക്റ്റഡ് അല്ലാത്ത ആളുകൾ തിരിച്ചു വരുന്നതാകാം, അല്ലെങ്കിൽ പുതിയ ഇമോഷൻസുമായി പുതിയ ആളുകൾ വരുന്നതാകാം. അങ്ങനെ ഒരു കാർഡാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. ഒരു ജോബ് ഓഫർ കിട്ടുന്നതാകാം. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളിൽ നിന്ന് ഒരു സഹായം, ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സർപ്രൈസോ നിങ്ങൾക്ക് കിട്ടുന്നതാകാം. അതാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഇവിടെ വളരെ എൻത്യൂസിയാസ്റ്റിക് ആണ്. ചിലപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആകും കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. കാരണം പേജ് എന്ന് പറയുന്നത്, പേജസ് എല്ലാം സന്ദേശവാഹകരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു മെസ്സേജോ കോളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ പുതിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾ താല്പര്യപ്പെട്ട്, മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരമല്ല, നിങ്ങൾ താല്പര്യപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് പോകുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അപ്രോച്ച് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഫുൾ കാർഡാണ്. അപ്പോൾ ഫുൾ കാർഡ് പറയുന്നത് പുതിയ തുടക്കം എന്നാണ്. നിങ്ങൾ പാസ്റ്റിൽ എന്തോ ആയിക്കോട്ടെ, പാസ്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ബാഗേജ് എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ തുടക്കം നടത്തുന്നു എന്നുള്ളതാണ്. പോകുന്ന വഴിയെ ഒന്നും മുമ്പിലത്തെ നടന്ന ഒരനുഭവങ്ങളെ നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പാഠം മാത്രം ഉൾക്കൊണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. അത് വളരെ റിസ്ക്കിയാണ്, അഡ്വഞ്ചറസ് ആണ് നിങ്ങൾ പോകുന്ന പോക്ക്. നിങ്ങൾക്ക് ഒരു മുൻധാരണ ഉണ്ടാവില്ല. ഒരു യാത്രയാണിത്, യാത്ര പോകുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു തീർത്ഥാടനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നതാവാം. അതാണ് ഫുൾ കാർഡ് പറയുന്നത്. അതുപോലെ കൊച്ചു ബാഗേജ് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴി റിസ്കി ആൻഡ് അഡ്വഞ്ചറസ് ആണെങ്കിൽ പോലും നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്, പുതിയ ഒരു നിങ്ങളാണ് ഇന്നേ ദിവസം മെർജർ ആവുന്നത് കേട്ടോ. അതാണ് ഫുൾ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു പുതിയ തുടക്കമാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് പുതിയ തുടക്കമാണ്. പേജ് ഓഫ് കപ്സ് പുതിയ തുടക്കമാണ്. ഫുൾ കാർഡ് പുതിയ തുടക്കമാണ്. അടുത്തത് ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഒരു പുതിയ ലവ് ആവാം, പുതിയ ഒരു ഓഫർ ആകാം നിങ്ങളിലേക്ക് വരുന്നുവെന്നാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഇതൊരു പുതിയ ഇമോഷണൽ എമർജൻസ് ആണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ എമർജൻസ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അത് നിങ്ങളുടെ ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം, ഹസ്ബൻഡ് വൈഫ് ആരും ആകാം. അവർ ഇത്രയും നാൾ നിങ്ങളോട് വളരെ കാർമിക് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ കാർമിക് സിറ്റുവേഷൻസ് കുറേയൊക്കെ കാർമിക് ബാഗേജ് ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഒരു പുതിയ ഇമോഷണൽ എമർജൻസ് ആണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു സ്പിരിച്വാലിറ്റിയും കൂടെ കണക്റ്റഡ് ആണ്. അതിനർത്ഥം നിങ്ങൾ പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്പിരിച്വലി കൂടി നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത്, ഇത് റീയൂണിയൻ്റെ കാര്യം കൂടിയാണ്. ഈ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സിന് സപ്പോർട്ടുള്ള ഒരു തുടക്കമാണ്. അതുപോലെ ഇവിടെ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ എമർജൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാവുന്നതാണ്. അത് ഈ ഒരു ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന തുടക്കം, അതെന്ത് തന്നെ ആയാലും, പുതിയ ഒരു റിലേഷൻഷിപ്പ് ആയാലും പുതിയ ഓഫർ ആയാലും എന്ത് തന്നെ ആയാലും, അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്വീകരിക്കാം. കാരണം അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുത്താൻ സാധ്യതയുള്ളൂ. പിന്നെ ഇവിടെ ഒരു ന്യൂ ബേബി നിങ്ങളുടെ വീട്ടിലേക്ക് കുഞ്ഞുവാവ വരുന്നതാകാനും കുഞ്ഞുവാവ വരും എന്നറിയുന്നതാകാനും ഒക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ന്യൂ ബേബിയാണ് കേട്ടോ. ചിലപ്പോൾ ന്യൂ ബേബി എന്ന് പറയുന്നത് അത് മനുഷ്യക്കുഞ്ഞ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം പെറ്റ് മദർ ആവുന്നതാകാം,
പെറ്റ് പേരൻറ്റിങ് ആകാം, പിന്നെ പ്ലാൻ പേരൻറ്റിങ് ആകാം, അങ്ങനെ ആകാം കേട്ടോ. നിങ്ങൾ പുതിയ ചെടികൾ വെക്കുന്നതാകാം, അല്ലെങ്കിൽ പെറ്റ്സിനെ വാങ്ങിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ യാത്രയുടെ കാർഡ് ഓൾറെഡി 3 കാർഡുകളുണ്ട്. നിങ്ങൾ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇന്ന് ഒരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. വളരെ ഹാപ്പി ആയിട്ട് വളരെ ചിൽഡ് ആയിട്ടുള്ളൊരു യാത്രയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത, കുറച്ച് പേർക്കൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയുണ്ട്. പെട്ടെന്ന് ക്വിക്കായിട്ടൊരു യാത്രയുണ്ട്. കുറച്ച് പേർക്ക് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു യാത്ര പോകുന്നവരുണ്ട്. അതാണ് 2-3 തരം യാത്രകൾ കാണുന്നുണ്ട്. ചിലർക്ക് ഈ മനസ്സിലുള്ള വേദനകൾ മറക്കാൻ വേണ്ടിയിട്ട് ഒരു ഹീലിങ്ങിന് വേണ്ടി പോകുന്നവരായിരിക്കും. ചിലർ സന്തോഷമുള്ള ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു യാത്രയായിരിക്കും. ചിലർ തീർത്ഥാടനത്തിനോ ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ അങ്ങനെയൊക്കെ പോകുന്നതാകാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീരുമാനം എടുക്കേണ്ട ഒരു അത്യപൂർവമായ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് തീരുമാനമായാലും, വേണമെന്നായാലും വേണ്ടെന്നായാലും, യെസ് എന്നായാലും നോ എന്നായാലും, നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കാൻ സാധ്യതയുള്ളൊരു തീരുമാനം ഇന്നേ ദിവസം നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് തീരുമാനമായാലും നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കും എന്നതുകൊണ്ട് നിങ്ങൾ അതിന് തീരുമാനം എടുക്കാൻ തയ്യാറല്ല എന്നാണ് കാണുന്നത്. ഒരു ക്രോസ് റോഡിൽ വന്ന് നിൽക്കുന്നു. ഒരു അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയില്ല, പോകണോ വേണ്ടതെന്ന് അറിയത്തില്ല. അതൊരു വല്ലാത്ത ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ഓഫ് സോഡിനകത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നീതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ആ നീതി നിങ്ങൾ കൊടുത്തേ പറ്റൂ ഇന്നേ ദിവസം. ആ നീതി തീരുമാനം ഇന്ന് ഉണ്ടാക്കണം. നിങ്ങളതിൽ ഉറച്ച തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണമെന്നാണ് 2 ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. തീരുമാനം എടുക്കാതിരുന്നാലും നിങ്ങൾക്കത് ഹൃദയത്തിന് ഭയങ്കര വേദന മാത്രമാണ് തരുള്ളൂ. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്ത് ഇന്നേ ദിവസം മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങളെ ഈ സെയിം കാര്യമായിരിക്കും കേട്ടോ, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. നിങ്ങൾ ഒട്ടും നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ തയ്യാറല്ലാത്ത ഒരു ദിവസമാണ്. പണമാകാം, അറിവാകാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറല്ലാത്ത വിധം നിങ്ങളതിനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. അത് ചിലപ്പോൾ ചിലരുടെ ഓർമ്മകളായിരിക്കാം. എന്ത് തന്നെയായാലും അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. അത് നിങ്ങൾക്ക് ആവശ്യമില്ല ശരിക്കും. അത് നിങ്ങളുടെ ശരിക്കും വല്ലാത്തൊരു ഈഗോ ആണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈഗോ ആണ്. പക്ഷേ നിങ്ങൾ അതിനെ ഈഗോ ആണെന്ന് അംഗീകരിക്കുന്നില്ല. നിങ്ങളതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കരമായ പെയിനോട് കൂടി ചില ഓർമ്മകളെ വെച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ ഒട്ടും നിങ്ങളാണ് നല്ലത്, നിങ്ങളാണ് ശരി എന്നുള്ള രീതിയിൽ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു, ഹോൾഡ് ചെയ്തേക്കുന്നു. അത് വേണ്ട, അത് വിട്ടുകൊടുക്കാനാണ്, ഈഗോ ലെസ് ആവാനാണ് പറയുന്നത്. ഈഗോലെസ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. സെൽഫ്ലെസ് എന്ന് പറയത്തില്ല, അതുപോലെ ഈഗോലെസ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് എന്തായാലും പങ്കിടൂ, ഷെയർ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഇവിടെ ചിലപ്പോൾ ഇന്ന ദിവസം പർച്ചേസിങ്ങിനൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുക. പോയിട്ട് മേടിക്കാനുള്ള സാധനം മാത്രം മേടിക്കത്തില്ല, എന്തൊക്കെയോ സാധനം മേടിച്ചിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് മാത്രം പോവുക. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. എന്നിട്ട് അവിടെ എവിടെയും പോയിട്ട് ബാർഗെയിൻ ചെയ്യും. നിസ്സാര കാര്യങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങൾ പോയി വാങ്ങിക്കുകയും ചെയ്യുന്നൊരു വല്ലാത്ത എനർജിയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് സൺ കാർഡാണ്. നമ്മുടെ സൺ കാർഡാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ പോസിറ്റിവിറ്റി ഉള്ളൊരു ദിവസമാണ്. വളരെ പോസിറ്റീവാണ്. കാരണം നിങ്ങൾ മാനസികമായിട്ട് ഭയങ്കര തകർന്ന് നിന്നിരുന്ന സാഹചര്യങ്ങളിൽ, അതേ സാഹചര്യങ്ങളിലായിരിക്കും ഇന്ന് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് തന്നെ നല്ല വൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ എക്സ്പോസ് ചെയ്തിരുന്ന സ്ഥലമായിരിക്കാം, ഇടക്കാലത്തായിരിക്കും നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോയത്. ഇന്നേ ദിവസം വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ ആ ഈഗോ ഒന്ന് വിട്ടാലും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സ്വർഗ്ഗമാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതാണ് സൺ കാർഡ് പറയുന്നത്. പിന്നെ ഒരു പുതിയ തുടക്കങ്ങൾ, കുറച്ച് നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സും പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ചൈൽഡ് അതുപോലെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഒരു യാത്രയൊക്കെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എത്ര നിഷ്കളങ്കമായിട്ടാണ്, ഇന്നസെൻസ് ആണ് ഇവിടെ, എത്ര നിഷ്കളങ്കമായിട്ടാണ് ഒരു കുഞ്ഞൊരു യാത്രയെ അല്ലെങ്കിൽ ഒരു പുതിയ കാഴ്ചകളെ കാണുന്ന ആ ഒരു ഇന്നസെൻസിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്ത് തന്നെ സംഭവിച്ചവരായിക്കോട്ടെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ പുതിയ കാര്യങ്ങളായിട്ട് ഇതിനെല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. പഴയ തന്നെ ആവർത്തനമായിരിക്കുമെങ്കിലും പുതിയ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് അതിനെ കാണാനായിട്ട് ശ്രമിക്കുക. അതാണ് സൺ കാർഡ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് സ്റ്റാർ ആണ്. സ്റ്റാർ കാർഡ് പറയുന്നത്
വളരെ പ്രതീക്ഷയുള്ള ദിവസമാണ്. അതുപോലെ കാമായിട്ടിരിക്കാൻ പറ്റുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. നിങ്ങളിരിക്കുന്നിടം വളരെ ഫലഭൂയിഷ്ടമാക്കാൻ പറ്റുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ഇരിക്കുന്നിടം വളരെ സന്തോഷകരമാക്കാൻ പറ്റുന്ന ദിവസമാണ് എന്നൊക്കെയാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. നിങ്ങളിരിക്കുന്നിടമായിരിക്കും, നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, നിങ്ങൾ അവിടുത്തെ സ്റ്റാർ ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം. ചിലപ്പോൾ നിങ്ങൾ സാധാരണ ഇരിക്കുന്നിടത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്തായിരിക്കും നിങ്ങൾ ഇന്നുള്ളത്. അവിടെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ നിങ്ങൾ ഹാപ്പിനെസ് കൊണ്ടുവരുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ സണ്ണും സ്റ്റാറും എല്ലാം ഉണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. മോട്ടം വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതിന് കുറേ എവിഡൻസ് ഇവിടെയുണ്ട്. മൊമെൻറ്റ് ടു മൊമെൻ്റ് എന്നാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. അതായത് ഒരു സമയത്ത് നമുക്ക് വേണമെന്ന് തോന്നും, നെക്സ്റ്റ് മൊമെൻറ്റിൽ വേണ്ടാന്ന് തോന്നും. അതായത് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണമെന്ന് തോന്നും, നെക്സ്റ്റ് മൊമെൻറ്റിൽ അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് തോന്നും. ഈ ചത്തുപോകുന്നുള്ള വാക്ക് ഭയങ്കര നെഗറ്റീവ് ടേംസിലും അല്ലാതെയും കേട്ടിട്ടുണ്ട്. പക്ഷേ റീഡിങ്ങിന് വരുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ എനിക്കതില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ, ഞാൻ ചത്തു പോകുന്ന പോലെ തോന്നും, ഞാൻ ചത്തു പോകുമെന്ന് തോന്നും എന്ന് തോന്നും. അപ്പോൾ എനിക്കത് പറയുമ്പോൾ ഭയങ്കര ആ വാക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നാറുണ്ട്, ചത്തുപോകും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ അത് നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള അത്രയും പെയിനാണ്. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയതായിരിക്കും ഈ മറക്കുക എന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ടായിരിക്കും ഈ അതില്ല എങ്കിൽ ഞാൻ ഇല്ലാതായി പോകും എന്നുള്ളൊരു ഓർമ്മയിലായിരിക്കും അത് ഈ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ്, മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. ഒരു നിമിഷം ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കും, നെക്സ്റ്റ് മൊമെൻറ്റ് അതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് തോന്നും, അതുകൊണ്ട് വീണ്ടും വേണമെന്ന് തോന്നും. ആ ഒരു അമ്മാനമാടുന്ന അവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞ എനർജി പറയുന്നത്. അപ്പോൾ തീരുമാനം എടുത്തിട്ട് മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിന് തീരുമാനമില്ലാത്ത ഒത്തിരി കാലം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു കാരണവശാലും സാധിക്കത്തില്ല. അപ്പോൾ തീരുമാനം എടുത്ത് മാത്രം മുന്നോട്ട് പോവുക, സന്തോഷകരമായിട്ടിരിക്കുക. എന്ത് സാഹചര്യം വന്നാലും അതെനിക്കുള്ള, ഞാൻ ചെയ്തതിനുള്ള ഫലമാണെന്ന് അത് അംഗീകരിക്കുക. അതിനെ അംഗീകരിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ്. അപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുന്ന കാണുന്നുണ്ട്. ദർ ഇസ് സംതിങ് ബെറ്റർ, അതായത് ബെറ്റർ ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളിൽ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നാണ് കാണുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ വരും. കാരണം അതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണെന്ന് ഓൾറെഡി കണ്ടല്ലോ. അപ്പോൾ അവിടെ മാറ്റം ഉറപ്പായിട്ടും വരും. ഒരുപാട് പുതിയ തുടക്കങ്ങളുടെ കാർഡും കാണുന്നുണ്ട്. സൺ കാർഡുണ്ട്, സ്റ്റാർ കാർഡുണ്ട്. അപ്പോൾ നിങ്ങൾ മാറണമെന്നാണ്. ഇത് നിങ്ങളായിട്ട് ചില കാര്യങ്ങളെ മാറ്റുന്നതാണ്. ഡെത്ത് കാർഡും പറയുന്നത് നിങ്ങളായിട്ട് ചില കാര്യങ്ങളെ മാറ്റിവിടുന്നതാണ്. അല്ല എങ്കിൽ യൂണിവേഴ്സായിട്ട് അത് മാറ്റും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡെത്ത് കാർഡ് ഓഫ് കോഴ്സ് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. നമ്മളെപ്പോഴും പറയുന്ന പോലെ മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡെത്ത് കാർഡ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് പെട്ടെന്നുള്ള എന്തെങ്കിലും കൊളാപ്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തല ഇറങ്ങി വീഴുക, എവിടെയെങ്കിലും വീഴുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. നെക്സ്റ്റ്, നോ നീഡ് ടു വറി. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പോൾ ഗൈഡൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുമല്ലോ. റെസനേറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് കേട്ടോ. റെസനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ വെറുതെ പാട്ട് കേൾക്കുന്ന പോലെ ഒന്ന് ഇത് കേട്ടിട്ട് പോകുന്ന ആളുകളും പുച്ഛിക്കാൻ വന്നിരിക്കുന്ന ആളുകളോടും അല്ല, റെസനേറ്റ് ആകണമെന്ന് ആഗ്രഹിച്ച് വന്നിരുന്ന് കാണുന്നവരോടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം വരെ കണ്ടാൽ മതി കേട്ടോ. ഈ ജനറൽ ഗൈഡൻസ് മാത്രം മതി എന്നുള്ളവർ അത് കാണുക. ഏഞ്ചൽസ് ഗൈഡൻസും കൂടെ വേണമെന്നുള്ളവർ അതും കൂടെ കാണുക. ഇനി ലവേഴ്സ് ഓറക്കിൾ കാണുന്നുള്ളവർ അതും കൂടെ കാണുക. അല്ലാത്തവർ എവിടെ വെച്ച് വേണമെങ്കിലും സ്കിപ്പ് ചെയ്ത് പോക്കോ, ഒരു നിർബന്ധമല്ല കേട്ടോ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അൺറിക്വൈറ്റഡ് ലവ് ആണ്. തിരിച്ചു കിട്ടാത്ത സ്നേഹം എന്നാണ് ഇത് പറയുന്നത്. ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. ഇന്ന് കുറേ അധികം ആളുകൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ട്. കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന ദിവസം നിൽക്കുന്നതായിട്ട് കാണുന്നത്. വർത്ത് വെയിറ്റിംഗ് ഫോർ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ
ലവ് ലൈഫ്. അപ്പോൾ ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്ലേർട്ട്, എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. ജസ്റ്റ് ഫണ്ണായിട്ടിരിക്കുക എന്നുള്ളതാണ്. വെഡിങ്, ഇവിടെ ഒരു കാർഡ് ഉണ്ടല്ലോ, 6 ഓഫ് വാണ്ട്. വെഡിങ് ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ തന്നെ കല്യാണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ക്ലോസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും വിവാഹത്തിലൊക്കെ സംബന്ധിക്കുന്നതാണ്. ഇതൊരു വിവാഹ സംബന്ധമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ മാരേജിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് കരുതി എടുക്കുക. ആദ്യത്തെ കുറച്ച് റീഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, കുറച്ച് ഭാഗം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എൻ്റെ റീഡിംഗ് ആണോ അല്ലേ എന്നുള്ളത്. കാരണം എനർജി കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രം ഫർദർ കാണുക. ഏത് ടാരോ റീഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് എനർജി മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കണ്ടുപോവുക. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ വീഡിയോ കട്ട് ചെയ്ത് പോവുക കേട്ടോ. പിന്നെ എപ്പോഴും വന്ന് ഈ ടാരോ റീഡിങ്സ് ഇങ്ങനെ നോക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പൊക്കോളൂ. നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ നിങ്ങൾ പ്രാപ്തരായെന്ന് തോന്നുന്ന സമയത്ത് മൂവ് ഓൺ ചെയ്ത് പോവുക, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക, സ്വന്തം ലൈഫ് സ്വന്തമായിട്ട് ജീവിക്കുക കേട്ടോ. ഇതൊക്കെ ഗൈഡൻസ് ആണ്, ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ജനറൽ റീഡിങ്സ് ആണ്. ഇതിൻ്റെ ബേസിസിൽ ഒരിക്കലും ഒരു തീരുമാനം ലൈഫിലേക്ക് വേണ്ടുന്ന ഒരു തീരുമാനം എടുക്കരുത്. അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ പേഴ്സണലായിട്ട് തന്നെ റീഡിംഗ് എടുത്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.